100% വില്ലിങ് ആണെങ്കിൽ മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കേസാണ് ഈ പ്രഗ്നൻസി യോഗ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും കാണിക്കുന്നത് കണ്ട് നമ്മൾ ദൈവത്തെ ഓർത്ത് ചെയ്യരുത്. അതൊത്തിരി നിങ്ങളുടെ കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യമാണ്. എക്സാജറേറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതാണ് വൺ ഓഫ് ദ കോംപ്ലിക്കേഷൻ. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് ജോയിൻസിന് എന്തെങ്കിലും ക്ഷതം വന്നവർ അല്ലെങ്കിൽ ഇഞ്ചുറീസ് വന്നവർ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പാർട്ടിനെ ഹീല് ചെയ്യാതെ യോഗയിലേക്ക് വരരുത്. ലിഗമെന്റ് ഇഞ്ചുറീസ്, സെർവൈക്കൽ സ്പോണ്ടിലോസിസിന്റെ ഇതിനകത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് സ്ട്രെങ്തനിങ് ഇതിനകത്ത് യോഗയിലേക്ക് വരാം. അന്നേരം അവിടെ ഏത് ചെയ്യണം ഏത് ചെയ്യണ്ട എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ വെർട്ടിഗോ കേസിൽ അത് നമുക്കൊരു ഗ്രൂപ്പ് യോഗയിലേക്ക് ഓടിപ്പോയി ചേരാൻ പാടില്ല. അതേപോലെ ഏറ്റവും കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് അത് എൻ്റെ മേഖലയായ ആസിഡ് റിഫ്ലക്സ് GERD, അതായത് ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസോർഡർ എന്ന് പറയും. അതെന്താ വെച്ചാൽ അവരുടെ ഒരു ഫുഡ് വാൽവ് ലൂസായിട്ടിരിക്കുന്നതാണ്. അപ്പം ഞാനൊരു വീഡിയോ റീസെൻ്റ്ലി ചെയ്തിരുന്നു. അതായത് GERD ഉള്ളൊരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തേട്ടി വരുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് ആസിഡ് റീഗർജിറ്റേഷൻ, അതുള്ളവർ ദയവ് ചെയ്ത് സൂര്യ നമസ്കാരം ചെയ്യരുത്.